ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ എക്സാമുകളിൽ നിന്ന് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏതിൻ്റെയാണോ ഫൈനൽ കീ വന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വുമൻസ് പോലീസ് ഓഫീസറിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു. അതുമുതൽ ബാക്കോട്ടുള്ള ഫൈനൽ കീ വന്ന എക്സാമുകളുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആട്ടോ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. 2, സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണ്. 3, സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഇതിലേതൊക്കെയാണ് നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തത് എന്താ? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ആണോ? ഡിസംബർ 9 അല്ലേ? 1946 ഡിസംബർ 6 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമാകുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുന്നത്. ആദ്യത്തെ സമ്മേളനം നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് 1946 ഡിസംബർ 9 അതൊരു തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച 11 മണിക്കാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന: സമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണ്. ആണോ? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ? എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് ഓരോ പ്രവിശ്യക്കും എന്ത് ചെയ്തു? ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും എന്ത് ചെയ്തു? 1:10 ലക്ഷം അല്ലേ എന്നൊരു അനുപാതത്തിലായിരുന്നു എന്ത്? സീറ്റുകൾ വിഭജിച്ച് നൽകിയത്. അപ്പോൾ മുഴുവൻ അംഗങ്ങളും എന്താണ്? പ്രവിശ്യയിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്താണ് എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തത്: സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചായിരുന്നു. ആയിരുന്നു അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമായിരുന്നു ഏത്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം ആണ് എന്ത്? പ്രസ്താവനകൾ, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് എന്ത്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി അടുത്ത ചോദ്യം: കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് നിലവിൽ വന്ന കമ്മീഷൻ ഏതാ? കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കുന്നതിനുമായിട്ട് നിലവിൽ വന്ന കമ്മീഷൻ ഏതായിരുന്നു? ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലേ? കേരള ലോകായുക്ത കമ്മീഷൻ ആണ്. ഓപ്ഷൻ ബി ആണ്. കേരള സംസ്ഥാന ലോകായുക്തയാണ്. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും അതുപോലെ പരിഹരിക്കുന്നതിനുമായിട്ട് നിലവിൽ വന്ന കമ്മീഷനാണ് ഇത്, കേരള ലോകായുക്ത. ഇനി അടുത്തത്: ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. 2, ഒരു നിയമം നിലവിൽ വരുന്നതിന് മുന്നുള്ള നടപടിയെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. മൂന്നാമത്തത്: ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇതിലേതൊക്കെയാണ് ഒരു കുറ്റാരോപിതന് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ? ഏതൊക്കെയാ? ഒന്നാമത്തത്: ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരേ കുറ്റത്തിന്. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2, ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കാനും പാടുള്ളതല്ല. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്.
മൂന്നാമത്തത്, ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാനും പാടില്ല. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന. ഈ 3 പ്രസ്താവനകൾ എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നമ്മുടെ ആർട്ടിക്കിൾ 22 എന്താ പറയുന്നത്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും അതിലെ തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന വകുപ്പാണ് ഇത്. ആർട്ടിക്കിൾ 22 എന്ന് പറയുന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത്? അത് 24 മണിക്കൂറിനുള്ളിൽ. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് അനുശാസിക്കുന്ന വകുപ്പ് എന്നാന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 22 ആണ്. അതുപോലെ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അതും ഏത് തന്നെയാ? ആർട്ടിക്കിൾ 22 തന്നെയാട്ടോ. അതുപോലെ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ? 24 മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത്. അതുപോലെ കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ എത്രയാ? 3 മാസമാട്ടോ. 3 മാസമാണ് തടവിൽ വെക്കാൻ കഴിയുന്നത്. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം തടവിൽ വെക്കാം? 3 മാസം തടവിൽ വെക്കാൻ കഴിയുകയുള്ളൂ. ഇനി 22, കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാ? ഇതതിൻ്റെ ഇടയ്ക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഏതാ? ഓപ്ഷൻ എ ആട്ടോ, നവകേരള സദസ്സ് എന്നുള്ളതാണ്. ഇനി 23ാമത്തെ ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ചിട്ട് ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. 1, ഓരോ നിയോജക മണ്ഡലം ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. 2, ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. 3, വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ കഴിയും. ഇതിലേതൊക്കെയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? പഠിച്ചു വെക്കുക. ഒന്നാമത്തത്, ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത്, ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ എന്ത് ചെയ്യുന്നുണ്ട്? തെരഞ്ഞെടുക്കുന്നുണ്ട്. 3, വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കും. ഇതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് പ്രസ്താവന 3 തെറ്റാണ് എന്നുള്ളതാണ്. നമ്മൾ ഓർത്ത് നോക്കുക, നമ്മുടെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യസഭ എന്ന് പറയുന്നത് അല്ലേ. രാജ്യസഭയിൽ എങ്ങനെയാ? ഒറ്റ കൈമാറ്റം ചെയ്യാവുന്ന വോട്ടിംഗ് സംവിധാനം വഴി അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യസഭയിലേക്ക് നമുക്ക് ഇലക്ഷൻ നടക്കുന്നത് അല്ലേ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യത്തിലൂടെ എന്താ ചെയ്യുന്നത്? ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട്? രാജ്യസഭയിൽ ഒരു നിശ്ചിത എണ്ണം സീറ്റുകളുണ്ട് അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? അതത് നിയമസഭകൾ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നിയമസഭയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആരെ തിരഞ്ഞെടുക്കും? നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭയാണ്. അപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നത് ആരാ? അത് വോട്ടർമാരായിട്ടുള്ള നമ്മളാണ് അല്ലേ. അപ്പോൾ ആ സംസ്ഥാനത്തെ വോട്ടർമാരാണ് എന്ത് ചെയ്യുന്നത്? എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ എം എൽ എമാർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? അതായത് എക്സാമ്പിൾ പറയാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 400 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എം എൽ എമാരായിട്ട് ഒരു 400 പേരുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആണ്, ഇപ്പൊ 140 ഉള്ളൂ, ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഒരു 400 അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കാം. ഈ 400 അംഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് തിരഞ്ഞെടുക്കേണ്ടത് ഒരു 4 രാജ്യസഭാ അംഗങ്ങളെയാണെന്ന് വിചാരിക്കുക. നമുക്ക് 4 രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ 400 എം എൽ എമാർ എന്ത് ചെയ്യും? വോട്ട് ചെയ്യും. എത്ര പേർക്ക്? 4 പേർക്ക് നമ്മൾ വോട്ട് ചെയ്യും. അതിനെ ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 400 ഹരിക്കണം 4, അതായത് ടോട്ടൽ എം എൽ എമാരുടെ എണ്ണമാണ് ഇത് 400 എന്ന് എടുത്തിരിക്കുന്നത്. എത്ര രാജ്യസഭാ അംഗങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്? 4 അംഗങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ആകെ എം എൽ എമാർ ബൈ അല്ലെങ്കിൽ പോൾ ചെയ്യുന്ന വോട്ടുകൾ, അതായത് ആകെ എം എൽ എമാരുടെ എണ്ണം ബൈ തെരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങൾ, അതായത് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം, അതായത് 4 അംഗങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ടോട്ടൽ എം എൽ എമാർ 400, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം 4. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹരിച്ച് കഴിയാം. ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 400 ഹരിക്കണം 4 ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 100 കിട്ടും അല്ലേ. 100 + 1, 100നോട് നമ്മൾ 1 കൂട്ടുക. 100നോട് നമ്മൾ എന്ത് ചെയ്തു?
ഒന്ന് കൂട്ടുക. അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ആവശ്യമായ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. അപ്പോൾ 100+1 101 വോട്ടുകൾ ലഭിച്ച ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ രാജ്യസഭയിലേക്ക് പോകുന്നത്. ഇതാണ് ഏത്, നമ്മുടെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്ന രീതിയാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, വോട്ടർമാരായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്താ? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്തായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ, കർത്തവ്യ പഥാണ് കേട്ടോ. ഓപ്ഷൻ സി കർത്തവ്യ പഥ്. ഇനി 25ാമത്തെ ഈ ചോദ്യം നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആട്ടോ. PSC എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്, താഴെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. CAGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്നാമത്തത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2, സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതത് സംസ്ഥാന ഗവർണർമാർക്കാണ്. 3, പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കിയിട്ട് ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഇവിടെ ഇദ്ദേഹം എന്ന് പറയുന്നത് ആരാ, CAG എന്ന് കേട്ടോ. CAGയെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഇതിൽ ഏതൊക്കെയാണ് CAGയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാ? ഇതിലേതാ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഒന്നാമത്തത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് ആര് തന്നെയാ, CAG തന്നെയാണ്. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷമായ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അതെന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതാ തെറ്റ്? ഓപ്ഷൻ 3 മാത്രമല്ലേ, പ്രസ്താവന 3 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് പ്രസ്താവന 3 തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. CAGയുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാ? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാ? CAG ആണ്, അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഇനി സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാ? അതത് സംസ്ഥാന ഗവർണർമാർക്കാണ്. ഈ 2 കാര്യവും ഓർത്തു വെക്കുക. ഇനി 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 2, 3ൽ 1 കുറയാത്ത, അതായത് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തു. 3ാമത്തത്, 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഇതിലേതൊക്കെയാണ് 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണ്? ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വരുന്നത് ഏത് തന്നെയാ? 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. എന്ത് ചെയ്തിട്ടുണ്ട്? 73ാം ഭേദഗതി പ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരിയാണ് രണ്ടാമത്തതും. 3ാമത്തത്, 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഈ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി 30ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള വകുപ്പുകൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ഏതാ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ് ഇത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇനി അടുത്തത്, ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ ആണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാ? അറ്റോർണി ജനറൽ ആണ്. ഇനി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്.
ഓപ്ഷൻ എ ആണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ബി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ സി മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ഡി 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു. ഇതിലേത് ഇതിന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതാ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഒന്നാമത്തെ നോക്കി, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഒറ്റ നോട്ടത്തിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷെ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്? എന്താ, രാജ്യസഭ എന്തില്ല അതിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് പറയുന്നുണ്ട്, ലോക്സഭയുടെയും രാജ്യസഭയുടെയും എടുത്തു പറഞ്ഞുകൊണ്ട് എന്താ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, 42ാം ഭേദഗതിയിൽ നമ്മുടെ ലോക്സഭയുടെ കാലാവധിയാണ് 5 വർഷമാക്കിയിട്ട് കുറച്ചത്. ഇനി ഓപ്ഷൻ ബി എന്താ, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു. ആണോ? തെറ്റാണ്. ആരായിരുന്നു? 42ാം ഭേദഗതി നടക്കുന്ന വർഷം ഏതാ? 1976ലാണ് 42ാമത്തെ ഭേദഗതി നടക്കുന്നത് അല്ലേ? ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. പക്ഷെ പ്രസിഡന്റ് ആരല്ല? നീലം സഞ്ജീവ് റെഡ്ഡി അല്ല. ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ അതെന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി അല്ല മാറ്റിയത്. ഏതായിരുന്നു? നമ്മുടെ ലോക്സഭയുടെയും അതുപോലെ സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധിയാണ് എന്ത് ചെയ്തത് 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയിട്ട് ഉയർത്തിയത്. അത് ഏത് ഭേദഗതിയിലൂടെയാ? 42ാം ഭേദഗതിയിലൂടെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, 44ാം ഭേദഗതിയിൽ അത് തിരിച്ച് ഏത് തന്നെയാക്കി 5 വർഷം തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 വിഷയങ്ങൾ ഏതായിരുന്നു കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? അതായത് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, അതുപോലെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് എന്ത് ചെയ്തത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്ത് 5 വിഷയങ്ങൾ, അതായത് സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങൾ എന്ത് ചെയ്തു കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഏതൊക്കെയാ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, അതുപോലെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇനി മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഏതാ വർഷം? 44ാം ഭേദഗതി 1978ലാണ്. അന്ന് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. പ്രസിഡന്റ് ചോദിച്ചാൽ അത് നീലം സഞ്ജീവ് റെഡ്ഡിയുമാണ്. ഇനി 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയാണ്. രാഷ്ട്രപതി ആരാ? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഇനി താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. 1. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ഓപ്ഷൻ ബി രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ഓപ്ഷൻ സി ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഓപ്ഷൻ ഡി രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കുക. എന്താ ഇതിന്റെ ആൻസർ വരിക? ഒന്നാമത്തത് ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭ ഒരു സ്ഥിരം സഭയാണോ? അല്ല. എന്താണ്? രാജ്യസഭയാണ് സ്ഥിരം സഭ എന്ന് പറയുന്നത് അല്ലേ? ഇനി രണ്ടാമത്തത് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP വ്യവസ്ഥയിലാണ്. അതായത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം പ്രകാരമാണ്. ശരിയാണോ? തെറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രാജ്യസഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു ഇതാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ്. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ഇന്ത്യയിൽ ഇപ്പോൾ 543 നിയോജക മണ്ഡലങ്ങളുണ്ട്. ശരിയാണ്. ഓപ്ഷൻ സി ശരിയാണ്. ഇനി ഓപ്ഷൻ ഡി രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാ തെറ്റായിട്ടുള്ളത്? എയും ബിയും ഡിയും എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ബി ആണ്. A, B, D എന്നിവ തെറ്റാണ്. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്ന
പേരുകൾ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചതാരാണ്? സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ച വ്യക്തി ആരാ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആട്ടോ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിക്കുന്നത്. 22 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? എവിടെയാ? ഓപ്ഷൻ സി ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്താണ് ഏത് പറയുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 40 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണമൊക്കെ പറയുന്ന ആർട്ടിക്കിൾ 40 അല്ലെ. ആർട്ടിക്കിൾ 40 ഉൾപ്പെടുന്ന ഏതിലാ? നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്താണ്. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അടിയന്തരാവസ്ഥയുണ്ട്, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, അവശിഷ്ടാധികാരം. കടം കൊണ്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സൗത്ത് ആഫ്രിക്ക, ജർമ്മനി, കാനഡ, അമേരിക്ക. എവിടുന്ന അടിയന്തരാവസ്ഥ നമ്മൾ കടമെടുത്തത്? അടിയന്തരാവസ്ഥ നമ്മൾ കടമെടുത്തത് എവിടുന്നാന്ന് ചോദിച്ചാൽ എവിടുന്നായിരുന്നു? ഓപ്ഷനല്ല. അടിയന്തരാവസ്ഥ കടമെടുത്തത് നമ്മൾ ജർമ്മനിയിൽ നിന്ന് അല്ലെ. ജർമ്മനിയിൽ നിന്നാണ് ഇന്ത്യ കടം കൊള്ളുന്നത്. അടിയന്തരാവസ്ഥ കടം കൊള്ളുന്നത്. ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എവിടുന്ന? അമേരിക്ക. വൈസ് പ്രസിഡന്റ് ചുമതലകൾ എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ അത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ 2 വരണം, ബി 1 വരണം, സി 4 വരണം, ഡി 3 വരണം അല്ലെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും അല്ലെ. അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. ശരിക്ക് അടിയന്തരാവസ്ഥ കടമെടുത്ത് നമ്മൾ പറയുന്നത് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ റദ്ദാകുന്നത് ജർമ്മനിയിലെ വെയിൽസ് ഭരണകളിൽ നിന്നുമാണ് എടുത്തതെന്നാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ച് അടിയന്തരാവസ്ഥ ജർമ്മനി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജർമ്മനി എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്ന്, ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്കയിൽ നിന്ന്, അവശിഷ്ടാധികാരങ്ങൾ കാനഡയിൽ നിന്ന്. ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? മണ്ഡൽ കമ്മീഷൻ ഉണ്ട്, സർക്കാരിയ കമ്മീഷൻ ഉണ്ട്, ഷാ കമ്മീഷൻ ഉണ്ട്, കോത്താരി കമ്മീഷൻ ഉണ്ട്. ഇതിലേതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ? ഏതാ? സർക്കാരിയ കമ്മീഷൻ അല്ലെ. ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമായി തോന്നാം, എന്നാൽ ഈ ആദർശത്തിനു മാത്രമേ ആത്മാവിനെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിനു മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇതാരാ പറഞ്ഞത്? ആരാ? ഓപ്ഷൻ സി ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. പഠിച്ചു നോക്കുക. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇതാരുടെ വാക്കുകളാ? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. ഇനി അടുത്ത ചോദ്യം, നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയതെന്നാണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബില്ല് ലോക്സഭ പാസാക്കിയ തീയതി ഏതാണ്? എന്ന 2023 സെപ്റ്റംബർ 20 കേട്ടോ. 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബില്ല് ലോക്സഭ പാസാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നൽകുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്. 105ാമത്തെ ഭേദഗതിയാണ്. സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് ഇത് 105ാമത്തെ ഭേദഗതി. 27 അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരായിരുന്നു? ഓപ്ഷൻ എ ആണല്ലേ, പ്രേം ബിഹാരി നരേൻ റൈസാഥയാണ്. ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ റൈസാഥയാണ്. അടുത്ത ചോദ്യം, ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ
സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ആണ്, ബീഹാർ ആണ് അല്ലെ. ബീഹാർ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. ഇനി SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? SR ബൊമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ഓപ്ഷൻ എ ആണ്, 356 ആട്ടോ. ഓപ്ഷൻ എ 356 ആണ്. ഓർത്തു നോക്കുക, SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഏത് കേസുമായി ബന്ധപ്പെട്ടിട്ടാണുള്ള ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ 356 ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ചോദ്യം, 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, പൗരത്വമാണ് കേട്ടോ. പൗരത്വമാണ്. ഇത് ഡിഗ്രി ലെവലാണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി അടുത്തത്, താഴെ പറയുന്നതിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശങ്ങൾ? താഴെ പറയുന്നതിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ഏതാ? ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നത് എന്താണ്? വിദേശികൾക്കും ലഭ്യമായിട്ടുള്ള അവകാശമാണ്. ഇനി അടുത്തത്, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയതെപ്പാ? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? എപ്പോഴാ? ഓപ്ഷൻ ബി ആണ്, 1971 ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയതെന്ന 1971. ഇനി താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? തന്നിരിക്കുന്നതിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഏതാ? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. 7 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഇത് 7 എന്ന് പറയുന്നത്. അപ്പം കൺകറന്റ് ലിസ്റ്റിലുള്ള സാധനമാണ് ഇത് സാമൂഹിക സുരക്ഷയും അതുപോലെ സാമൂഹിക ഇൻഷുറൻസും എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യത്തെ മുഖ്യ അതിഥി ആരാണ്? അതായത് ആദ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷിച്ച സമയത്ത് അതിലെ അതിഥി ആരായിരുന്നു? ഓപ്ഷൻ സി ആട്ടോ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദ് സുകാർണോ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. ഇനി ഈ ക്രാന്തി എന്ന പദം നമ്മൾ ഭരണഘടനയല്ല. അടുത്തത്, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമായിട്ട് വരുന്നത്? ആരാ? ഓപ്ഷൻ സി ആണ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് അല്ലെ. ആരൊക്കെയാ മുഖ്യ വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ? ഒന്ന് പ്രധാനമന്ത്രിയാണ് അല്ലെ. ഒന്ന് പ്രധാനമന്ത്രി, പിന്നെ ഒന്നുള്ളത് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർ 3 പേർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്തത്, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 2, നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 പേരായിരുന്നു. മൂന്നാമത്തത്, മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണോ? തെറ്റാണ്. ആരായിരുന്നു? MN റോയ് ആണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ഇന്ത്യക്ക് ഭരണഘടനാ അസംബ്ലി വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? അത് MN റോയ് ആണ്. രണ്ടാമത്തത്, നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 പേരായിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3, മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്.
അപ്പോൾ ഇതിൽ ശരി എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ അല്ലേ. ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 27 ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏത് വിധേയമാണ്? 1 പൊതുക്രമം, 2 ധാർമ്മികത, 3 ആരോഗ്യം. ഏതാ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആട്ടോ. ഇതൊക്കെ എന്ത് തന്നെയാണ്? ആർട്ടിക്കിൾ 26 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ്. അതിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ഇനി 28 പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് അല്ലേ. നമുക്കറിയാം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്ത് 48A അതുപോലെ മൗലിക കടമകളുടെ ഭാഗത്ത് 51A എന്ത് പറയുന്നുണ്ട്? നമ്മുടെ വന്യജീവികളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന 2 ആർട്ടിക്കിളുകളാണ്. ഒന്ന് 48A അതുപോലെ 51A സബ് ക്ലോസ് ആയിട്ട് എന്ത് പറയുന്നുണ്ട്? പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യമാണ്, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. 1 സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. 2 ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. 3 പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. ഇതിൽ സ്പീക്കർ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏതൊക്കെയാണ്? 106 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിളാണ് 239 എ എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 330A അതുപോലെ ആർട്ടിക്കിൾ 332A ഉൾപ്പെടുത്തിയത് ഭരണഘടനാ ഭേദഗതി 106 പ്രകാരമാണ്. ഓർത്തു നോക്കുക, ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 106 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിളാണ് 239A അതുപോലെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് 330A അതുപോലെ 332A എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി അടുത്തത് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, 44ാം ഭേദഗതിയിലൂടെയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? എന്ന അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് അല്ലെ. ഓപ്ഷൻ എ, അമേരിക്കയിൽ നിന്നാണ്. 9 മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? മൗലിക കടമകളെ കുറിച്ച് ശുപാർശ നൽകാൻ വേണ്ടിയിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഓപ്ഷൻ ഡി ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇനി ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയും അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറുമായിരിക്കും. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? സവിശേഷത അല്ലാത്തതാണ് വേണ്ടത്. 1 താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, 2 യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, 3 രാഷ്ട്രീയപരമായ വിധേയത്വം, 4 തൊഴിൽ വൈദഗ്ധ്യം. ഇതിലേതൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതാണ്?
ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം എന്തല്ല ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയല്ല. ഏതൊക്കെ? ഒന്ന്, താഴെ നിന്നും മുകളിലോട്ടുള്ള അധികാര വിതരണ ശ്രേണി ആണോ? അങ്ങനെയാണോ? താഴെ നിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു അധികാര വിതരണ ശ്രേണിയാണുള്ളത്. അപ്പോൾ ഒന്നാമത്തത് എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. രണ്ടാമത്തെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. 3, രാഷ്ട്രീയപരമായ വിധേയത്വം. രാഷ്ട്രീയപരമായിട്ട് വിധേയത്വമല്ല വേണ്ടത് അല്ലേ, രാഷ്ട്രീയപരമായ നിഷ്പക്ഷതയാണ് വേണ്ടത്, രാഷ്ട്രീയമായ വിധേയത്വമല്ലാതും തെറ്റാണ്. ഇനി തൊഴിൽ വൈദഗ്ധ്യം എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ 1ഉം 3ഉം തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? വി ഹരി നായർ ആണ് അല്ലെ. ഓപ്ഷൻ എ വി ഹരി നായർ ആണ്. ഇനി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ അതുപോലെ കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? എത്രയാ? 2ാം വായനാ സമയത്താട്ടോ. ഓപ്ഷൻ ബി ആണ്, 2ാം വായനാ സമയത്താണ്. ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. 2, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുന്നത്. 3, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്. 4, പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ നോക്കിയേ, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ശരിയാണ്. രണ്ടാമത്തത്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമായിരിക്കും നിലനിൽക്കുക. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ നിയമ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്. തെറ്റാണ്. ആർക്കാ? കേന്ദ്ര ഗവൺമെന്റിനാണ്. അതുപോലെ നാലാമത്തത്, പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ശരിയാണോ? തെറ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയുള്ളത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാ? ഒന്നാമത്തത്, സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ചുമതല. സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2, അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങൾ പങ്കെടുക്കാനും സംസാരിക്കാവുന്നതുമാണ്. ശരിയാണ്. അടുത്തത്, ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാ? ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4, അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഈ 4 പ്രസ്താവനകൾ എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതുകൊണ്ട് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നുള്ള ആൻസർ ആണ് വരുന്നത്. 24, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയിട്ടാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിട്ടുള്ളത്? ഏതാ നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ എ നോക്കിയേ. എന്താ? നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി കടം കൊണ്ടിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാ? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാ?
എന്ന 1950 ജനുവരി 26 ഓപ്ഷൻ സി ആണ് 1950 ജനുവരി 26 ഇനി അടുത്ത ചോദ്യം 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് 86ാമത്തെ ഭേദഗതി നടന്ന വർഷം 2002 അപ്പം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് ഇത് 86ാമത്തെ ഭേദഗതി നടന്ന വർഷം 2002 ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏതാ? ഓപ്ഷൻ സി ആണ് 4A ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ? സ്ഥിര ചോദ്യമാണ്. ഓപ്ഷൻ എ സ്വത്തവകാശമാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? തന്നിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏതാ? ബ്രിട്ടൻ തന്നെ അല്ലെ. ഓപ്ഷൻ എ ബ്രിട്ടൻ ആണ്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ, ഓസ്ട്രേലിയ, ബ്രസീൽ. ഇനി ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ യശ്വന്ത ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്. ഇനി അടുത്തത് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാ? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാ? ഓം ബിർള തന്നെയല്ലേ, ഓം ബിർളയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ്? ഓപ്ഷൻ സി നവംബർ 26 അല്ലേ. ഇനി ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1 സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. 2 സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇതിൽ ഏതാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ? ഏതാ? ഓപ്ഷൻ ഡിയിലെ 4 മാത്രമേ എന്തുള്ളൂ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളൂ. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നതോ അതുപോലെ സുപ്രീം കോടതികളെ ജഡ്ജിമാരെ നിയമിക്കുന്നതോ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതൊന്നും ആരല്ല? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. എന്താ? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ വഹിച്ചത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത ചോദ്യം 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം 1 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. 2 പൊതുമുതൽ സംരക്ഷിക്കുകയും അതിക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. 3 തുല്യ ജോലിക്ക് തുല്യ വേതനം. 4 കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. ഇതിലേതാണ് 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയത്? ഏതാ? ഓപ്ഷൻ സി ആണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയെന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ആരില? പാർലമെന്റിലാണ് അല്ലെ. ഓപ്ഷൻ എ പാർലമെന്റിലാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാ? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയല്ല ചോദിച്ചിരിക്കുന്നത്. ആരാ?
ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. വ്യക്തികൾ തന്നിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥ വ്യക്തിയെ തന്നിട്ടില്ല. ആരാ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഏതാ? ഓപ്ഷൻ എ ആണ് 243H പ്രകാരമാണ്. 243H പ്രകാരമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്? ടാക്സുകൾ പിരിക്കുന്നത്. ഓർത്ത് നോക്കുക, 243H പ്രകാരമാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഇന്ത്യയിലെ പരോക്ഷ പ്രത്യക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റി ശുപാർശയാണ് അംഗീകരിച്ചത്? ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് ചെല്ലയ്യ, അല്ലെ രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത്? മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയല്ലാത്തത്? നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ശരി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താം. ഏതാ? ഓപ്ഷൻ ഡി ആണ്, അല്ലേ? ആർട്ടിക്കിൾ 51A എന്താ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കി ശരിയുള്ളത് നോക്കിയാലോ. മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. രണ്ടാമത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് എന്ത് പറയുന്നത്? മൗലികാവകാശങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സ്വത്തവകാശം എന്തല്ല? മൗലികാവകാശമല്ല. ആർട്ടിക്കിൾ 51A എന്താ? നമ്മുടെ മൗലിക കടമകളെക്കുറിച്ച് പറയുന്നതാണ്. ഏത്? 51A എന്ന് പറയുന്നത്, അല്ലേ? അതിൽ വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്തല്ല, ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് എന്തല്ല? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പം മൗലിക കടമകളാണ് 51A എന്ന് പറഞ്ഞാൽ ശരിയാകും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ള. അതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 356 ഉണ്ട്, 325, ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 368. ആർട്ടിക്കിളുകൾ മനസ്സിലാക്കുക. ഇപ്പുറത്ത് എന്തുണ്ട്? അതിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാന്നുള്ളത് കണ്ടെത്താം. ഏതാ? ആർട്ടിക്കിൾ 356 എന്താ? ആർട്ടിക്കിൾ 352, 356, 360 ഏതാ? നമ്മുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകളാണ് ഏതൊക്കെ? 352, 356, 360, അല്ലേ? അപ്പം ഇതിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഏതാ? ഓപ്ഷൻ നോക്കിയേ, എ തന്നെയാണ്, അല്ലേ? എന്താ? 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ഇതാണ് ഇത് 356. ഇനി 325 എന്താ? സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസിയെക്കുറിച്ച് പറയുന്നതാണ്. ഏത്? ആർട്ടിക്കിൾ 325. ഇനി ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി ക്രമങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇതെന്ത് തന്നെയാണ്? 1A ആണ്, 2B, 3C, 4D. നേരെയുള്ള ആൻസർ തന്നെയാണ്. ഓപ്ഷൻ എ ആണ്. ABCD എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, ആർട്ടിക്കിൾ 356 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 356. ഇനി ആർട്ടിക്കിൾ 325 എന്താ? സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 325. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 76 എന്ന് പറയുന്നത്. ഇനി 368 ഏതാ? ഭരണഘടന ഭേദഗതി ക്രമത്തെക്കുറിച്ച് പറയുന്നതാണ് 368. ഇനി താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള യോജിക്കുന്ന വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നു. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നുണ്ട്. 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജോഡികളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതിലേതൊക്കെയാ ശരിയായ ജോഡികൾ? ഒന്ന്, 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം എന്ത് പറയുന്നുണ്ട്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കിയ ഭേദഗതി ഏതായിരുന്നു? 44-ാം ഭരണഘടനാ ഭേദഗതി ആയിരുന്നു. അത് ശരിയാണ്. രണ്ടാമത്തത് 86-ാം ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്തിട്ടുണ്ട്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം നമുക്കറിയാം. നമ്മുടെ ആമുഖത്തിൽ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതേതായിരുന്നു? 42-ാം ഭേദഗതി പ്രകാരമാണ്. അതൊക്കെ കൊണ്ടൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് ഏത്? 42-ാം ഭരണഘടനാ ഭേദഗതി. അപ്പം 3 പ്രസ്താവനകൾ ശരിയാണ്. ഇനി നാലാമത്തത് 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണോ? തെറ്റാണ് കേട്ടോ. അതെന്താ തെറ്റെന്ന് പറയുന്നത്? ഈ 91-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂറുമാറ്റ വിരുദ്ധ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് 52-ാം ഭേദഗതി, അതായത് 1985 ഒരു 52-ാം ഭരണഘടനാ ഭേദഗതി നടന്നിട്ടുണ്ട്. അത് വന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ? ഈ 52-ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമമാണ്, അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയാണ്. കൂറുമാറ്റ വിരുദ്ധ നിയമത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്നും ഏത് തന്നെയാ? 52-ാം ഭേദഗതി നിയമമാണ്. 1985 ഏത് ചെയ്യുന്നത്? 52-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭേദഗതി ചോദിച്ചാൽ അത് 52-ാം ഭേദഗതിയാണ്. ഇനി 91-ാമത്തെ ഭേദഗതിയിലും എന്ത് പറയുന്നുണ്ട്? കൂറുമാറ്റ നിരോധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് വന്നത് ഏതാ? 52-ാം ഭേദഗതിയിലാണ്. ഈ 91-ാം ഭേദഗതി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഏത്? പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 91-ാം ഭരണഘടനാ ഭേദഗതിയിലല്ല ഏത് വന്നത്? ആന്റി ഡിഫെക്ഷൻ ലോ, അതായത് കൂറുമാറ്റ വിരുദ്ധ നിയമം വന്നത്. കൂറുമാറ്റ വിരുദ്ധ നിയമം നിലവിൽ വന്നത് 52-ാം ഭേദഗതിയിലാണ്. ഇനി ഈ 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വന്ന നിയമമാണ് ഏത്? 91-ാം ഭേദഗതി നിയമം. ഏത് വർഷം? 2003 കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? കൂറുമാറ്റ വിരുദ്ധ നിയമം ചോദിച്ചാൽ നിങ്ങൾ എന്നും എഴുതേണ്ടത് 52-ാം ഭേദഗതിയാണ്. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അതുപോലെ ഈ 91-ാം ഭേദഗതിയിൽ വേറൊരു സുപ്രധാനമായ കാര്യം നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മന്ത്രിസഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാ? ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നതും ഈ 91-ാം ഭേദഗതിയിലാണ്. ഇനി അടുത്ത ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞില്ല അല്ലെ? ഓപ്ഷൻ സി ആണ്. 1, 2, 3 ഏത്? ഇതിൽ യോജിക്കുന്ന പ്രസ്താവനകൾ. ഇനി അടുത്ത ചോദ്യം. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെയും ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായിട്ട് നീക്കിവച്ചിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെയും അതുപോലെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്നത്? ഏതാ ഇതിന്റെ ആൻസർ? ഓപ്ഷൻ എ ആട്ടോ. അതായത് ഭരണഘടനയിലെ 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം 2023 എന്തായിരുന്നു ഈ വനിതാ സംവരണ നിയമം എന്ന് പറയുന്നത്? അതായത് പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ആദ്യത്തെ ബില്ലാണ് ഇത്, നമ്മുടെ ഈ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത്. ഇത് അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19 128ാമത് ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് നമ്മുടെ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാൾ ആയിരുന്നു. ഈ 2023 വനിതാ സംവരണ നിയമപ്രകാരം ലോക്സഭയിൽ 33% വനിതാ സംവരണം, അതുപോലെ സംസ്ഥാന നിയമസഭകളിലും എത്ര തന്നെയാ 33% സംവരണം വന്നിട്ടുണ്ട്. അതുപോലെ 106-ാമത്തെ ഈ ഭേദഗതി പ്രകാരം തന്നെ നമ്മുടെ കേന്ദ്ര ഭരണ തലസ്ഥാനമായ ഡൽഹിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? 33% വനിതാ സംവരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആർട്ടിക്കിൾ, അതായത് നിലവിൽ വന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 330A, അതായത് ഈ 106-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കാൻ
ചേർക്കപ്പെട്ട ആർട്ടിക്കിളുകളാണ് 330A, അതുപോലെ 332A, അതുപോലെ 334A. 3 ആർട്ടിക്കിളാണ് കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാ? 330A, 332A, 334A എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 330A പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിലെ വനിതാ സംവരണ നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 330A. 332A ആണെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ വനിതാ സംവരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 334A പറയുന്നത് നിർണയിക്കപ്പെട്ട ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ സർക്കാർ ഉത്തരവ് ഉണ്ടാകുന്ന മുറക്കായിരിക്കും ഈ നിയമം നിലവിൽ വരുന്നത് എന്ന് പറയുന്നതാണ് ഇത് 334A എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, സംസ്ഥാന നിയമസഭയിലും അതുപോലെ ലോക്സഭയിലും ഡൽഹി നിയമസഭയിലും സ്ത്രീകൾക്ക് 1/3% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്ന ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ 106ാമത്തെ ഭേദഗതിയാണ്. വർഷം 2023. ഇനി അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? 1. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശമനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 3. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങളുണ്ടായിരുന്നു. 4. ഭരണഘടനയുടെ അന്തിമ കരട് 1949 നവംബർ 26 അംഗീകരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുക. ഏതൊക്കെയാ? ഒന്നാമത്തെ നോക്കിയാൽ നിങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിയാണോ? തെറ്റാണ്. ഇത് നമ്മൾ ഡെഫിനിഷൻ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശമനുസരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. തെറ്റാണ്. എത്രയായിരുന്നു? 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടനയുടെ അന്തിമ കരട് 1949 നവംബർ 26 അംഗീകരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആമുഖവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ: 1. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളിലൂടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. 2. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 3. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു. 4. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഇതിലേതൊക്കെയാണ് ആമുഖവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളിലൂടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ശരിയാണ്. 2. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. അതും ശരിയാണ്. 3. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തത്. ശരിയാണ്. 4. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അതും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എഴുതുന്ന അമേരിക്കയിൽ നിന്ന്, USA നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത്. അപ്പോൾ 1ഉം 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. 2ാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് അല്ലെ. ആർട്ടിക്കിൾ 32 എന്ത് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ആര് വിശേഷിപ്പിക്കുന്നത്? അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 2. പഞ്ചായത്തിന്റെ
3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. 3 വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 4. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 3ൽ കുറയാത്തത് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം. ഇതിലേതൊക്കെയാണ് 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? 1. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ശരിയാണല്ലേ? 2. പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി തന്നെയാണുള്ളത്. അതും ശരിയാണ്. 3. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെറ്റാണല്ലേ? നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 4. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 3/1 കുറയാത്തത് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാ? 1, 2, 4 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ഇനി താഴെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാ? UPSC ഉണ്ട്, നീതി ആയോഗ് ഉണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, അറ്റോർണി ജനറൽ ഉണ്ട്. ഇതിലേതാ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗ് ആണ്. ഇനി അടുത്ത ചോദ്യം എണ്ണം പറയുന്നില്ല. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താ? തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവന്നത് ഓപ്ഷൻ ബി ആണല്ലേ, നാരി ശക്തൻ വന്ദൻ അധിനിയമാണ്. നാരി ശക്തൻ വന്ദൻ അധിനിയം എന്നാണ് അതറിയപ്പെടുന്നത്. ഇനി 27 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? ഗവർണറാണല്ലേ? ഗവർണറാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ? ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. 21 ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, PK തുങ്കൻ കമ്മിറ്റിയാണ്. 22 ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ്, അതിർത്തി നിർണയ കമ്മീഷനാണ്. അറിയാത്തവർ ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? സംവരണ നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അതിർത്തി നിർണയ കമ്മീഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതിർത്തി നിർണയ കമ്മീഷനാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായിട്ടുള്ള പദവി? തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായിട്ടുള്ള പദവി? ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഗവർണറാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി, ഗവർണറാണ് ആൻസർ ആയിട്ട് കൊടുത്തത്. അടുത്തത്, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ളത്? ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ളത്? എവിടെയൊക്കെയുള്ളത്? ഓപ്ഷൻ ഡി നോക്കിയേ, മഹാരാഷ്ട്രയിലുണ്ട്, കർണാടകത്തിലുണ്ട്, ബീഹാറിലുമുണ്ട്. ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ട്? മഹാരാഷ്ട്രയുണ്ട്, കർണാടകത്തിലുണ്ട്, ബീഹാറിലുണ്ട്. വേറെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉള്ളത് ദ്വിമണ്ഡല സഭ? ടോട്ടലി 6 സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല സഭയുള്ളത്. ഏതൊക്കെയുള്ളത് നോക്കിയാലോ? ആന്ധ്രാപ്രദേശിനുണ്ട്, തെലങ്കാനക്കുണ്ട്, കർണാടകക്കുണ്ട്, മഹാരാഷ്ട്രക്കുണ്ട്, ബീഹാറുണ്ട്, ഉത്തർപ്രദേശുണ്ട്. അങ്ങനെ 6 സംസ്ഥാനങ്ങൾക്കാണ് ഏതുള്ളത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ളത്. ഏതൊക്കെയുള്ളത്? തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. ഇനി അടുത്ത ചോദ്യം,
തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? അതായത് ഹെയർ വ്യവസ്ഥ അവതരിപ്പിച്ച കൃതി ഏതാണ്? ഏത് കൃതിയിലായിരുന്നു? ഓപ്ഷൻ ബി ആണ് മെഷനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന കൃതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹെയർ വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചത്. ഇനി നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന? നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി എന്നായിരുന്നു? 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ ആരൊപ്പുവെക്കുന്നത്? രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്.